ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ 365 ഡേയ്സ് ഓഫ് ട്രാൻസ്ഫർമേഷൻ്റെ ഡേ 6ലേക്ക് ഹൃദ്യമായ സ്വാഗതം. സുനോ സബ്കി കരോ ദിൽക്കി എന്ന് പറയുന്ന ഒരു ഹിന്ദി ഉപമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളോട് ആളുകൾ പല അഭിപ്രായങ്ങളും പറയും. ആളുകൾ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റില്ല. ശരിയല്ലേ? ടീച്ചറമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ മക്കളെ. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു കഴുതപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ദൂരം ഇദ്ദേഹം കഴുതപ്പുറത്തിരിക്കുന്നു, ഭാര്യ ഒപ്പം നടക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഇവർ നടന്ന് ഒരു നാൽക്കവലയിലെത്തി. നാൽക്കവലയിലെത്തിയപ്പോൾ അവിടെ കുറേ ആൾക്കാരിങ്ങനെ വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ ചൊറ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ആൾക്കാർ ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എടാ പൊട്ട, നീ എത്ര പൊട്ടന്, നീ കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നു, എന്നിട്ട് നിന്റെ ഭാര്യയെ നടത്തുന്നു. നിന്റെ ഭാര്യയ്ക്കല്ലേ നീ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നീ ഭാര്യയെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് നീ അല്ലാതെ നടക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ആ മനുഷ്യന് തോന്നി, ശരിയാ, ഞാൻ ചെയ്യുന്നത് മണ്ടത്തരമല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ അദ്ദേഹം കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഭാര്യയെ കഴുതപ്പുറത്ത് കയറ്റി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കഴുതപ്പുറത്ത് വരുന്നു, ഇദ്ദേഹം കൂടെ നടന്നു വരുന്നു. ഇങ്ങനെ ഇവർ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ വേറെ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. അവർ പറഞ്ഞു, ഷോ, എന്ത് പറയാനാ, നീ ആ കഴുതപ്പുറത്ത് കഴുതയുണ്ടായിട്ട് ഭാര്യയെ കയറ്റിയിട്ട് നീ നടന്നു പോകുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴുതപ്പുറത്ത് കയറി സഞ്ചരിച്ചൂടെ? അപ്പം അയാൾക്ക് തോന്നി, അത് ശരിയാ, ഞാൻ എന്ത് കൊണ്ടനാ, വെറുതെ കഴുത നടക്കുമ്പോൾ ഞാനെന്തിനാ വെറുതെ നടന്ന് എനർജി വേസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ പുള്ളിയും കൂടെ കഴുതപ്പുറത്ത് കയറി. അങ്ങനെ അദ്ദേഹവും ഭാര്യയും കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം ഒരു പുഴവക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പം അയാൾ പറഞ്ഞു, ദൈവമേ, ആ പാവം കഴുതയുടെ അവസ്ഥ കണ്ടോ, ഈ ഭാര്യയും ഭർത്താവും അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നു. ആ പാവം കഴുതയ്ക്ക് എത്ര വേദനിക്കും, അതൊരു മിണ്ടാപ്രാണിയല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾക്ക് ആ കഴുതയെ ഒന്ന് ഫ്രീ ആക്കി നടത്തിക്കൂടെ? അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഭാര്യയും അദ്ദേഹവും കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി കഴുതയെ നടത്തിക്കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം നടന്ന് ചെല്ലുമ്പോൾ മറ്റൊരു വ്യക്തിയെ കണ്ടു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഈ പാവം കഴുത ഇതെത്ര നടക്കണം, നിനക്കൊരു മനസാക്ഷിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ശരിയാ, നമ്മളെന്തായാലും നടക്കുന്നു, ഈ കഴുതയെ വെറുതെ നടത്തിക്കണ്ടല്ലോ. അദ്ദേഹം ഈ കഴുതയെ ഒരു കോലിൽ കെട്ടി ഭാര്യയും അദ്ദേഹവും തോളിൽ ചുമന്ന് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആളുകൾ പല അഭിപ്രായങ്ങൾ പറയും. ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നാണ് പല അഭിപ്രായങ്ങളും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതാണോ റൈറ്റ്, ഇതാണോ റൈറ്റ്, ഇതിങ്ങനെയാണോ അങ്ങനെയാണോ? നമ്മൾ സുനോ ദിൽക്കി, നമ്മുടെ മനസ്സ് പറയുന്നത്, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കാം. ആൾക്കാരെ, ചിലർ ഭയങ്കര പീപ്പിൾ പ്ലീസേഴ്സാണ്, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഞാൻ വളരെ നല്ല വ്യക്തിയാണ്, അല്ലെ ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ച് നടക്കും. നമ്മൾ നാച്ചുറലായിട്ട് ജീവിക്കാൻ, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ കൊടുക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളല്ല, ഒരേ താല്പര്യങ്ങളല്ല. അപ്പം ആളുകൾക്ക് ആ ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ദൈവികമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക, എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ജില്ലായിട്ടിരിക്കുക. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രാവിലെ തീരുമാനിക്കും, ഇന്നത്തെ ദിവസം എന്ത് വന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും, ഞാൻ നല്ല എനർജറ്റിക് ആയിരിക്കും, ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ഞാൻ ചെയ്യും, എനിക്ക് ഏറ്റവും സക്സസ്ഫുൾ ആകണം. നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഞാനൊരു പരാജിതനാണ്, എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഇന്നത്തെ ദിവസം പോക്കാണെന്ന് ചിന്തിച്ചാൽ യെസ് മൈ ഡിയർ, നിങ്ങൾ ചിന്തിക്കാൻ നടക്കും. ഈ വീഡിയോ കാണുന്ന വ്യക്തിയോട് ടീച്ചർമ്മ പറയുന്നത്, മുത്തേ, നീ അമേസിംഗ് ആണ്, നീ വാല്യുബിൾ ആണ്, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് നേടാൻ പറ്റാത്തായിട്ട് ഒന്നും ഈ ഭൂമിയിലില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടീച്ചർമ്മ പറഞ്ഞ് ടു ഡു ലിസ്റ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്യണേ. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? ഓക്കെ. അപ്പോൾ ടീച്ചർമ്മയുടെ ഈ ഒരു മോർണിംഗ് സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ലവ് യു ടീച്ചർമ്മ എന്ന കമൻറ്റ് ഇടുക. ഞാൻ നോക്കട്ടെ എത്ര ഐ ലവ് യു വരുന്നു. നിങ്ങളുടെ ഐ ലവ് യുവിനനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള വീഡിയോസ് ഇടാനുള്ളൊരു ഇൻസ്പിറേഷൻ ടീച്ചർമ്മയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന വ്യക്തിയോട് പറയാനുള്ളത്, ഐ ലവ് യു. ടീച്ചർമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്.
സ്റ്റേ കണക്റ്റഡ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മക്കളെ, നമ്മുടെ എല്ലാ യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. എല്ലാ ദിവസവും നിങ്ങൾക്ക് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഫ്രീ ക്ലാസ് വീഡിയോസ്, അതുപോലെ ഈ മോർണിംഗ് പിന്നെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് അതിലിട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇതെടുത്ത് കണ്ട് അത്രയും ട്രാൻസ്ഫോർമേഷൻസ് വരും. ഓക്കെ മക്കളെ, നമ്മുടെ സിൽവർ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. അതിൽ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ 9567274997 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ Day 7 വീഡിയോ ആയിട്ട് ടീച്ചർ ഓടി വരുന്നതായിരിക്കും. അതുവരെ ലവ് യു.